ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന പദ്ധതിയായ സഖിയുടെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്ക് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച തേയില ഫാക്ടറി മികച്ച വിജയം കൈവരിച്ചിരുന്നു. ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലക്കുളത്തിന് ന്യായവില ഉറപ്പുവരുത്താനും സഖ്യ സഹകരണ തേയില ഫാക്ടറിക്ക് കഴിഞ്ഞു. ഇതിന്റെ രണ്ടാം ഘട്ടമായാണ് സഖ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റ്, കാപ്പിപ്പൊടി ഉൽപാദന യൂണിറ്റ്, സഖ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ്, അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയ്ക്ക് തുടക്കമായത്. 5.61 കോടി രൂപയാണ് ആകെ പദ്ധതി ചിലവ്. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖ്യ ഉൽപ്പന്നങ്ങളെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സാധിച്ച ഒരു സഹകരണ സ്ഥാപനമായി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് മാറി. പ്രസിഡന്റ് വളരെ ഹ്രസ്വമായി ആ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 130 കോടി രൂപയുടെ പ്രവർത്തന മൂലധനവും 105 കോടി രൂപയുടെ വായ്പയും അങ്ങനെ വന്ന ഒരു ബാങ്കിന്റെ ഇന്നലത്തെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഒരു സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്താം, ജനങ്ങൾക്ക് അതിനോട് എങ്ങനെ സഹകരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2017 ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. സഖ്യ ഫുഡ് ആൻഡ് സ്പൈസസ്, സഖ്യ ഡ്രൈ ഫ്രൂട്ട്സ്, സഖ്യ കോഫി പൗഡർ, ഞങ്ങളതെല്ലാം കയറി കണ്ടു. എത്ര മനോഹരമായിരിക്കുന്നു. ഒരു നല്ല വ്യവസായ സ്ഥാപനം ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇന്നൊരു വൻകിട സ്ഥാപനമായി അത് മാറി. ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി പാക്ക് ചെയ്ത് കണ്ടെയ്നറുകൾ ഇവിടെ വന്ന് നേരിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ തങ്കമണിക്ക് ഭാഗ്യമുണ്ടാക്കി തരുന്നൊരു സ്ഥാപനമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. നാടിന്റെ കരുത്തു തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഖ്യ ബ്രാഞ്ചിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞുവെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. സഖ്യ ബ്രാൻഡിനെ ലോകത്തറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്കും ബാങ്കിൻ്റെ ജീവനക്കാർക്കും ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ രണ്ടാം ഘട്ട വികസനത്തിലൂടെ 62 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ സഖ്യയുടെ ഭാഗമായി പുറത്തിറക്കുന്നത്.
റീപാക്ക് ചെയ്ത് വരുന്ന ഉൾപ്പെടെ നാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധിയാകുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഭക്ഷ്യ വ്യവസായ മേഖലയിലേക്ക് നമുക്ക് ഇറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മൂന്നാം ഘട്ട വികസനത്തെ സംബന്ധിച്ചുള്ള പ്ലാനും ബാങ്ക് തയ്യാറാക്കുകയും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ 4.5 കോടി രൂപ നബാർഡിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള 1% പലിശയ്ക്കുള്ള പണം നമുക്ക് അനുവദിച്ച് കേരള ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ പ്രശ്നം ചട്ടങ്ങൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് പാണ്ടിപ്പാറയിൽ അത് ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയും. അതുപോലെ തന്നെ കാൽവരി മൗണ്ടിൽ 2 ഏക്കർ സ്ഥലം ടൂറിസം കേന്ദ്രത്തിൽ തന്നെ ബാങ്ക് സ്വന്തമായി വാങ്ങിയിട്ടുണ്ട്. അവിടെ ടൂറിസം പ്രോജക്റ്റും ബാങ്ക് വിഭാവനം ചെയ്യുകയാണ്. തീർച്ചയായും വരും കാലത്തെ പുരോഗതികൾക്ക് എല്ലാം സഖ്യ ബ്രാൻഡിൻ്റെ വളർച്ച വലിയ സഹായകരമാവും. ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും തൊഴിൽ ലഭിക്കുന്നതിലൂടെയും വരുമാനമുണ്ടാകുന്നതിലൂടെയും ജനങ്ങൾക്കെല്ലാം ഇത് സഹായകരമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സഹകരണ മേഖല വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ സഹകരണ മേഖലയുടെ പ്രസക്തി കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ഈ ബാങ്കിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള എടുത്തു പറയേണ്ട വസ്തുത എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ എം മണി MLA, ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഓപ്പൺ വിൻഡോ.